Meet the editors. പുതുയുഗമോ കുറിക്കാൻ പോകുന്നത് എന്നാണ് ചോദ്യം. പി എസ് സുനിൽ തുടങ്ങാം. പി എസ് സുനിൽ, പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയാവുന്നു, മുഖ്യമന്ത്രിയായിരുന്നയാൾ പ്രതിപക്ഷ നേതാവുമാവുന്നു. പുതുയുഗമാണോ കുറിക്കാൻ പോകുന്നത്? ആദ്യം തന്നെ മുഖ്യമന്ത്രിയാകുന്ന വി.ഡി. സതീശന് എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്ന് ശക്തമായി മുന്നോട്ട് പോകാൻ വി.ഡി. സതീശന് സാധിക്കട്ടെ. പുതുയുഗമാണ്, അത് വി.ഡി. സതീശനെ സംബന്ധിച്ചിടത്തോളം പുതുയുഗമാണ്. ഈ തീരുമാനമെടുത്ത ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം ഇത് പുതുയുഗമാണ്. കാരണം ഹൈക്കമാൻഡിൻ്റെ ചരിത്രത്തിൽ, കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ചരിത്രത്തിൽ ഒരുപക്ഷെ ഇതാദ്യമായിട്ടാണ് ഇങ്ങനെയൊരു തീരുമാനം എടുക്കാൻ നിർബന്ധിതമായിരിക്കുന്നത്. യഥാർത്ഥത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഒരു കാലത്തും ഈ രീതിയിൽ, അതായത് ജനവികാരം എന്നോ പൊതുവികാരമെന്നോ അല്ലെങ്കിൽ ആൾക്കൂട്ട വികാരമെന്നോ എന്ന് വിശേഷിപ്പിക്കാവുന്ന സാഹചര്യങ്ങൾ നോക്കിയല്ല ഒരു സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയെ തീരുമാനിച്ചിട്ടുള്ളത്. അത് ആ കോൺഗ്രസിൻ്റെ ഒരു കീഴ്വഴക്കമുണ്ട്, ഒരു രീതിയുണ്ട്. ആ രീതിക്കനുസരിച്ചാണ് ഓരോ കാലത്തും തീരുമാനമെടുത്തിട്ടുള്ളത്. പക്ഷേ അതിന് വിരുദ്ധമായി ഇത്തവണ ഒരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് ഹൈക്കമാൻഡിന് പോകേണ്ടി വന്നു. അതാണ് വി.ഡി. സതീശൻ്റെ പേരിലേക്ക് എത്താനുള്ള പ്രധാനപ്പെട്ട ഒരു ഘടകമായത്. അവിടെ മുസ്ലിം ലീഗിൻ്റെ അടക്കമുള്ള കടുത്ത നിലപാടുകൾ വലിയ സമ്മർദ്ദമായി ഹൈക്കമാൻഡിന് മേൽ, കോൺഗ്രസ് നേതൃത്വത്തിന് മേൽ വന്നു എന്നതാണ്. നമുക്കറിയാലോ, കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി ചൂടുപിടിച്ച ചർച്ചകളായിരുന്നു. ഏതാണ്ട് ആദ്യഘട്ടത്തിലൊക്കെ തന്നെ രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും കെ.സി. വേണുഗോപാലിനെ മുഖ്യമന്ത്രിയായി കേരളത്തിലേക്ക് അയക്കണം എന്ന ഉറച്ച തീരുമാനത്തിലായിരുന്നു. പക്ഷേ അതിനെതിരെയായിരുന്നു കേരളത്തിലെ എല്ലാ ഘടകകക്ഷികളും, പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് അടക്കമുള്ള ഘടകകക്ഷികൾ ശക്തമായ നിലപാട് സ്വീകരിച്ചത്. ആ നിലപാടിന് പിന്നീട് കോൺഗ്രസ് നേതൃത്വത്തിന് കീഴടങ്ങേണ്ടി വന്നു, മുട്ടുമടക്കേണ്ടി വന്നു എന്ന് വേണമെങ്കിൽ പറയാം. പ്രിയങ്ക ഗാന്ധിയെ വരെ വയനാട്ടിൽ പരാജയപ്പെടുത്തും എന്നുള്ള പോസ്റ്ററുകൾ വന്നു. ആ പോസ്റ്ററുകൾ അവിടെ പതിക്കുന്ന സാഹചര്യമുണ്ടായി. ഇതൊക്കെ തന്നെ വലിയ സമ്മർദ്ദമായി. പ്രിയങ്ക ഗാന്ധി ശക്തമായ നിലപാട് സ്വീകരിച്ചു. പ്രിയങ്ക ഗാന്ധിയുടെ ശക്തമായ നിലപാട് കൂടിയാണ് വി.ഡി. സതീശൻ എന്ന പേരിലേക്ക് ഈ ചർച്ചകൾ എത്താനുള്ള അവസാന മണിക്കൂറുകളിൽ, അവസാന ദിവസം ഇന്ന് വി.ഡി. സതീശനിലേക്ക് പേര് ഈ ചർച്ചകളെത്താനുള്ള പ്രധാനപ്പെട്ട കാരണമായത്. ഏതായാലും അങ്ങനെയൊരു തീരുമാനം എടുത്തതിലൂടെ കോൺഗ്രസ് ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതുയുഗമാണ്, ഒരു പുതിയ തീരുമാനമാണ്, പുതിയ സാഹചര്യമാണ്. ഞാൻ 2014 നരേന്ദ്രമോദി ഇന്ത്യയിൽ അധികാരത്തിലെത്തുന്ന ഒരു സാഹചര്യം നമുക്കറിയാം. അന്ന് വളരെ അപ്രതീക്ഷിതമായാണ് 2014 ചേർന്ന ബി.ജെ.പിയുടെ പാർലമെൻ്ററി ബോർഡ് യോഗത്തിൽ നരേന്ദ്രമോദിയുടെ പേര് വരുന്നത്. ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയുടെ പേര് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി അന്നത്തെ ബി.ജെ.പി അധ്യക്ഷൻ രാജ്നാഥ് സിംഗ് പ്രഖ്യാപിക്കുകയാണ്. അന്ന് ആ യോഗത്തിൽ, ആ പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെയാണ് മുതിർന്ന നേതാവ് എൽ.കെ. അദ്വാനി ആ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. വലിയ നാടകീയ കാഴ്ചകളായിരുന്നു. അന്ന് വളരെ ചുരുങ്ങിയ മാസങ്ങൾക്കിടയിലാണ് നരേന്ദ്രമോദിയെ, ഗുജറാത്ത് മുഖ്യമന്ത്രിയായ നരേന്ദ്രമോദിയെ ബി.ജെ.പി നേതൃനിരയിലേക്ക് പരിഗണിക്കാൻ പോകുന്നു, പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി പരിഗണിക്കാൻ പോകുന്നു എന്ന സൂചനകൾ ഉണ്ടായിരുന്നത്. 2012 ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അന്ന് ഈ ഗുജറാത്തിൽ നരേന്ദ്രമോദി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം അന്ന് അഹമ്മദാബാദിലെ ബി.ജെ.പി ആസ്ഥാനത്തിന് മുന്നിൽ തയ്യാറാക്കിയ സ്റ്റേജിലേക്ക് മോദി ഇങ്ങനെ കടന്നു വരുമ്പോൾ അവിടെ ഉയർന്ന മുദ്രാവാക്യം എന്ന് പറയുന്നത് മോദി PM മോദി എന്നുള്ളതായിരുന്നു. ആജ് കാ CM കൽ കാ PM എന്നുള്ളതാണ്. അതായത് ഗുജറാത്തിൽ വീണ്ടും അധികാര തുടർച്ച നേടി നരേന്ദ്രമോദി മുഖ്യമന്ത്രിയാകാൻ പോകുമ്പോൾ അവിടെ ഉയർന്ന മുദ്രാവാക്യം എന്ന് പറയുന്നത് മോദി ഇതാ പ്രധാനമന്ത്രിയാകാൻ പോകുന്നു എന്നതാണ്. അതായത് ബി.ജെ.പി തീരുമാനിക്കുന്നതിന് മുൻപേ തന്നെ അവിടെ നരേന്ദ്രമോദി തീരുമാനിച്ചിരുന്നു എന്നതാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ, അതുവഴി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ. ആ നീക്കം വളരെ ശക്തമായി അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോയി. അത് പാർട്ടി പോലും അറിഞ്ഞില്ല എന്നുള്ളതാണ്. പക്ഷേ വളരെ തന്ത്രപരമായി അന്ന് VHP നേതാവ് പ്രവീൺ തൊഗാഡിയ ഉൾപ്പെടെയുള്ളവരെ കൂടെ കൂട്ടി, ഹിന്ദു സംഘടനകളുടെ കൂടെ കൂട്ടി. അന്ന് RSSൻ്റെ ശക്തമായ വിരോധിയായിരുന്നു നരേന്ദ്രമോദി. അതായത് RSS കാര്യവാഹകായെങ്കിലും RSSലെ പ്രധാനപ്പെട്ട കാര്യകർത്ത ആയിരുന്നു എങ്കിൽ പോലും നരേന്ദ്രമോദിയോട് അന്ന് RSSന് അത്ര താല്പര്യമുണ്ടായിരുന്നില്ല. ആ ഒരു പ്രശ്നമൊക്കെ പരിഹരിച്ചത് പ്രവീൺ തൊഗാഡിയിലൂടെയാണ്. അങ്ങനെ മോദി ഈ പല എതിർപ്പുകളും മറികടന്നാണ് പിന്നീട് ബി.ജെ.പിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാകുന്നത്, പ്രധാനമന്ത്രിയായി വരുന്നത്. അന്ന് പ്രശാന്ത് കിഷോറിൻ്റെ ഐപ്പാക്കൊക്കെയാണ് ഒരു ദേശീയ പ്രതിച്ഛായ മോദിക്ക് ഉണ്ടാക്കി കൊടുക്കാനൊക്കെ വലിയ പ്രവർത്തനം നടത്തിയത്. 2014 എങ്ങനെയാണ് മോദി വിജയിച്ചതെന്ന് രാജീവ് സർദേശായിയുടെ പുസ്തകത്തിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്. ആ മോദിയുടെ ഒരു ട്രാക്ക് റെക്കോർഡ്, മോദി എങ്ങനെയാണ് 2014 പ്രധാനമന്ത്രിയായി വന്നത്, അതിന് സമാനമായിട്ടാണ് ഞാൻ വി.ഡി. സതീശൻ്റെ ഈ 2026 അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി വരുന്നതിനെ ഞാൻ വിലയിരുത്തുന്നത്. ആ നിലയിൽ വി.ഡി. സതീശനും 2026 കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാനുള്ള
കൃത്യമായ നീക്കങ്ങൾ അത് എല്ലാ തരത്തിലും ഒരു പ്രതിച്ഛായ നിർമ്മിതിയായാലും എല്ലാ തരത്തിലും അത് സാമൂഹ്യ മാധ്യമങ്ങളെ പ്രയോജനപ്പെടുത്തിയായിക്കോട്ടെ എല്ലാ തരത്തിലും കൃത്യമായ ഒരു അജണ്ട സെറ്റ് ചെയ്തുകൊണ്ട് കൃത്യമായി മുന്നോട്ട് പോകാൻ വി.ഡി. സതീശനും ഞാനത് പോസിറ്റീവ് അർത്ഥത്തിലാണ് കാണുന്നത്, നെഗറ്റീവായിട്ടല്ല ഞാൻ പറയുന്നത്. എങ്ങനെയാണോ മോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി വന്നത്, ആ ഒരു പ്രധാനമന്ത്രിയായി ഉയർന്നു വരാൻ മോദി എങ്ങനെയാണോ ശ്രമിച്ചത്, അതേ നിലയിൽ പ്രതിപക്ഷ നേതാവിൽ നിന്ന് മുഖ്യമന്ത്രിയായി എത്താനുള്ള യാത്ര വി.ഡി. സതീശനും അതിന് സമാനമായി തന്നെ നടത്തി എന്നാണ് ഞാൻ പറഞ്ഞത്. അതിനുവേണ്ടി സാധ്യമായതെല്ലാം വി.ഡി. സതീശനും പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. 102 സീറ്റിൻ്റെ വിജയം കേരളത്തിൽ ഉണ്ടായതിന് തൊട്ട് പിന്നാലെ നോക്കൂ, നയിച്ചവർ പടനയിച്ചവർ നയിക്കട്ടെ എന്ന ടാഗ് ലൈനോട് കൂടിയുള്ള വലിയ പോസ്റ്ററുകൾ വരികയാണ്. ഇതൊക്കെ ഒരു പ്രതീതി സൃഷ്ടിക്കുന്നതിന് കാരണമായി. ഒപ്പം തന്നെ മറ്റൊരു പോസ്റ്റർ കൂടി ഇറങ്ങി. എന്താണ്? ഡൽഹിയിലുള്ള ആൾ ഇങ്ങോട്ട് വരണ്ട, ഡൽഹിയിൽ നിന്ന് ആരെയും കെട്ടിയിറക്കേണ്ട കാര്യമില്ല, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത ആൾ ഇവിടെ മുഖ്യമന്ത്രിയാകേണ്ടതില്ല എന്ന തരത്തിലുള്ള പ്രചരണവും തുടങ്ങി. ആ ദിവസം വരെ കേരളത്തിൽ ആളുകൾ തോളിൽ ചുമന്നുകൊണ്ട് നടന്ന കെ.സി. വേണുഗോപാൽ എന്ന് പറയുന്ന നേതാവിനെ പിന്നീട് താഴെയിട്ട് ചവിട്ടുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി. ആ നിലയിലേക്ക് ആളുകളുടെ വികാരം മാറി എന്നുള്ളതാണ്. ഏതായാലും ഇവിടെ കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുത്തിട്ടുള്ള ഈ തീരുമാനം എന്ന് പറയുന്നത് ഒരു ജനവികാരം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ്, ജനവികാരം കൂടി ഭയപ്പെട്ടുകൊണ്ടാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഈ തീരുമാനത്തിലേക്ക് പോയിട്ടുള്ളത്. ഇവിടെ പ്രധാനപ്പെട്ടൊരു ചോദ്യമുണ്ട്. അതായത് ജനാധിപത്യമാണോ അതോ മോബോക്രസിയാണോ പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളതാണ്. അതായത് ജനവികാരം അനുസരിച്ച് നിങ്ങൾക്ക് എല്ലാ കാലത്തും തീരുമാനമെടുക്കാൻ പറ്റുമോ? അതായത് ജനവികാരം എന്ന് പറയുന്നത് പലപ്പോഴും ഈ ആൾക്കൂട്ട വികാരം എന്ന് പറയുന്നത് താൽക്കാലികമാണ്. ഇപ്പോൾ വി.ഡി. സതീശനുണ്ടായിരിക്കുന്ന അനുകൂലമായിട്ടുള്ള ഈ വികാരം ഒരുപക്ഷെ ഒരാഴ്ച കഴിയുമ്പോൾ അത് അങ്ങനെ ഉണ്ടാകണമെന്നില്ല. നമുക്കറിയാലോ, 102 സീറ്റിൻ്റെ വിജയം നേടിയ UDF അവരുടെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ ഇത്രയും ദിവസം വൈകിയപ്പോൾ ഇപ്പോൾ ഈ കോൺഗ്രസിനെതിരെയുള്ള വലിയ വികാരമായി. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നാൽ കേരളത്തിൽ 30 സീറ്റ് പോലും UDFന് കിട്ടില്ല, കോൺഗ്രസിന് കിട്ടില്ല എന്ന തരത്തിലേക്ക് ആളുകളുടെ പ്രതികരണം വന്നു. അതാണ് ഒരു ജനവികാരം അല്ലെങ്കിൽ ഒരു ആൾക്കൂട്ട വികാരം എന്ന് പറയുന്നത്. ആൾക്കൂട്ട വികാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളൊരു തീരുമാനം എടുക്കുന്നത് എങ്കിൽ നോക്കൂ, ബാബറി മസ്ജിദ് തകർത്തു, അതൊരു ആൾക്കൂട്ട വികാരമായിരുന്നു, ജനവികാരമായിരുന്നു. അങ്ങനെയാണല്ലോ ഹിന്ദു സംഘടനകൾ വിലയിരുത്തുന്നത്. അതൊരു പൊതുവായ വികാരമാണ് എന്ന് പിന്നീട് നമുക്ക് വിലയിരുത്താൻ കഴിയുമോ? ഗുജറാത്ത് കലാപം, അതൊരു ഒരു ആ കലാപത്തിൻ്റെ ഭാഗമായി ഉണ്ടായിട്ടുള്ള ഒരു വികാരമുണ്ട്, അതും ഒരു ആൾക്കൂട്ട വികാരമായിരുന്നു. ആ വികാരം ഒരു സ്ഥായിയായിട്ടുള്ള ഒരു വികാരമാണ്. പാർട്ടികൾക്ക് പാർട്ടികളുടേതായുള്ള നയമുണ്ട്. ആ നയങ്ങൾക്ക്, ആ കീഴ്വഴക്കങ്ങൾക്ക് മറികടന്നുകൊണ്ട് പാർട്ടികൾ ഈ വികാരത്തിന് പിറകെ പോകാൻ കഴിയുമോ എന്നൊരു വലിയ ചോദ്യമുണ്ട്. അപ്പോൾ തെരുവിലെ വികാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ നിങ്ങളൊരു തീരുമാനമെടുക്കുന്നത് എന്നൊരു വലിയ ചോദ്യം ഇവിടെ അവശേഷിപ്പിച്ചുകൊണ്ടാണ് ഇവിടെ ഈ ഒരു തീരുമാനം വന്നിരിക്കുന്നത്. ഏതായാലും വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകുന്നത്, ആ തീരുമാനത്തിലേക്ക് കോൺഗ്രസ് ഹൈക്കമാൻഡ് എത്തിയത് ഈ വികാരം മാനിച്ചുകൊണ്ടാണ്. അത് കോൺഗ്രസിൻ്റെ ഒരു സ്വതന്ത്രമായ തീരുമാനമായിരുന്നുവെന്ന് ഞാനിപ്പോഴും വിശ്വസിക്കുന്നില്ല. കാരണം രാഹുൽ ഗാന്ധി കെ.സി. വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കണം എന്ന ശക്തമായ നിലപാടുകാരനായിരുന്നു. മല്ലികാർജുൻ ഖാർഗെ കെ.സി. വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കണമെന്ന ശക്തമായ നിലപാടുകാരനായിരുന്നു. അവസാന നിമിഷം വരെ അതിന് എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ അത് പരിഗണിക്കണം എന്ന് ശക്തമായി വാദിച്ച നേതാക്കളാണ് ഇവരെല്ലാവരും. പക്ഷേ മുസ്ലിം ലീഗിൻ്റെ അടക്കമുള്ള കേരളത്തിലെ ഘടകകക്ഷികൾ ഒരു കാരണവശാലും അതിന് അനുമതി നൽകാത്ത സാഹചര്യമുണ്ടായി. ഇതോടെ കോൺഗ്രസ് ഹൈക്കമാൻഡിന് ഈ ഒരു ജനവികാരത്തെ ഭയപ്പെട്ടുകൊണ്ട് അവരുടെ ഹൈക്കമാൻഡ് നിലപാട് മാറ്റേണ്ടി വന്നു. അങ്ങനെയാണ് വി.ഡി. സതീശനിലേക്ക് വരുന്നത്. ഏതായാലും വി.ഡി. സതീശന് എല്ലാ ആശംസകളും. പുതുയുഗമാണ്, വെല്ലുവിളികൾ ഏറെയുണ്ട്. ആ വെല്ലുവിളികൾ പുറത്തുനിന്ന് മാത്രമല്ല, അത് പാർട്ടിക്കുള്ളിൽ നിന്നുകൂടി വി.ഡി. സതീശന് ഇനി വരും ദിവസങ്ങളിൽ നേടേണ്ടി വരും. രമേശ് ചെന്നിത്തല പിണങ്ങിപ്പോയിരിക്കുകയാണ്, അദ്ദേഹത്തെ അനുനയിപ്പിക്കണം. ഇനി മന്ത്രിമാരെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിലടക്കം ഒരുപാട് വെല്ലുവിളികളുണ്ട്. വി.ഡി. സതീശനെ കേരളത്തിലെ ജനങ്ങൾ ഇപ്പോൾ നോക്കിക്കാണുന്നത് വലിയ പ്രതീക്ഷയോടെയാണ്. ഇന്ദിരാ ഗ്യാരണ്ടി ഉൾപ്പെടെയുള്ളവ നടപ്പാക്കുമെന്നുള്ള പ്രതീക്ഷയോടെയാണ്. അപ്പോൾ അദ്ദേഹം ഇതുവരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ നടപ്പാക്കേണ്ടി വരും. അത് നടപ്പാക്കുക എന്ന് പറയുന്നത് തീർച്ചയായും വി.ഡി. സതീശനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളി തന്നെയായിരിക്കും. കാത്തിരുന്ന് കാണാം. ഓക്കെ, സ്മൃതിയിലേക്ക്. സ്മൃതി, ഇതൊരു പുതുയുഗത്തിൻ്റെ തുടക്കമാണ്. പുതുയുഗ യാത്ര എന്നതാണ് പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ വി.ഡി. സതീശൻ നടത്തിയ യാത്രയുടെ പേര്. അപ്പോൾ ഒരു പുതിയ കേരളം ഉണ്ടാക്കുമെന്ന് അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നതാണ്. പറഞ്ഞ കാര്യങ്ങൾ അത് നടപ്പാക്കുക, അത് നടപ്പാക്കി കാണിക്കുക എന്നുള്ളതാണ് അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കി എന്നിടത്താണ് എനിക്ക് അദ്ദേഹത്തോടുള്ള ബഹുമാനം. അപ്പോൾ ജനങ്ങളോട് പറയുന്ന വാഗ്ദാനങ്ങൾ അത് കൃത്യമായി പറയുന്നതിലെ വ്യക്തത, അതാണ് അതിൽ അദ്ദേഹത്തോട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ബഹുമാനം.
ആ ബഹുമാനം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെയും പല ഘട്ടങ്ങളായി പറഞ്ഞതുപോലെ ഇത്രയിടങ്ങളിൽ വിജയിക്കുമെന്നും ഇത്രയാണ് വോട്ട് കിട്ടുകയെന്നും ഇത്ര സീറ്റ് നേടുമെന്നും പറഞ്ഞിട്ടുള്ള ആ കണക്കുകൾ എത്ര കൃത്യമായി നമ്മുടെ മുന്നിൽ വരുന്നു എന്നുള്ളതാണ്. ആ കൃത്യമായ കണക്കുകളിലേക്ക് അദ്ദേഹം എത്തിയത് കൃത്യമായ ചിട്ടയായ പ്രവർത്തനത്തിലൂടെയാണ് എന്നുള്ളതാണ്. ഈ പുതുയുഗ യാത്ര കടന്നുപോയ വഴികളിൽ ആളുകളോട് സംവദിച്ചും ആളുകളിൽ നിന്ന് അഭിപ്രായങ്ങൾ തേടിയും കോൺക്ലേവുകൾ നടത്തിയും ആ കോൺക്ലേവുകളിൽ ആളുകൾക്ക് പുതിയ പുതിയ ആശയങ്ങൾ അവതരിപ്പിക്കാനുള്ള സമയം കൊടുത്തിരുന്നു. ആ ആശയങ്ങൾ വെറുതെ അവതരിപ്പിച്ച ആളുകൾ പോവുകയായിരുന്നില്ല. ആ ആശയങ്ങൾ കൃത്യമായി എഴുതിയെടുക്കുകയും ഒരു രൂപരേഖ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ വകുപ്പുകളും എങ്ങനെയൊക്കെ മാറ്റാം, എന്തൊക്കെ പുതുമകൾ കൊണ്ടുവരാം, എന്തൊക്കെ കാര്യങ്ങൾ നടപ്പിലാക്കാം എന്നതിൽ വളരെ കൃത്യമായ ഒരു ധാരണയുണ്ട്. അപ്പോൾ അധികാരം എനിക്ക് ആഗ്രഹമുണ്ട്, ആ അധികാരത്തിലെത്തിയാൽ തനിക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിൽ കൃത്യമായ വ്യക്തതയുണ്ട് എന്ന് പറഞ്ഞൊരു രാഷ്ട്രീയ നേതാവ് വ്യത്യസ്തനാണ്. കാരണം ഞാൻ അധികാരമോഹിയല്ല എന്ന് പറയുകയും അധികാരത്തിനായി പിൻവാതിൽ വഴികളിലൂടെ കടന്നു പോകുന്ന നേതാക്കളെയുമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ആ കാലത്തിൽ അദ്ദേഹം വ്യത്യസ്തനാകുന്ന ഈ രൂപത്തിലാണ്. മറ്റൊന്ന്, ഇപ്പോൾ പറഞ്ഞൊരു കാര്യം തെരുവിനെ ഇത്രയും അപഹാസ്യമായി കാണേണ്ടതുണ്ട് എന്നുള്ളതാണ്. തെരുവ് ഒരു മോശം ഇടമല്ല. തെരുവിലെ സമരങ്ങളിലൂടെയാണ് നേതാക്കൾ ഉണ്ടായിട്ടുള്ളത്. തെരുവിലൂടെ നടന്നാണ് രാഹുൽ ഗാന്ധി രാജ്യത്തെ കണ്ടിട്ടുള്ളത്, ജനങ്ങളെ കണ്ടിട്ടുള്ളത്. അപ്പോൾ തെരുവുകളിലൂടെ നടന്നുകൊണ്ട് തെരുവുകളിലൂടെ പ്രതിഷേധങ്ങളിലൂടെ വരുന്ന കാര്യങ്ങൾ, അത് ജനകീയ പ്രതിഷേധങ്ങൾ, രാഷ്ട്രീയ പ്രവർത്തകരുടെ സമരങ്ങൾ, അതൊക്കെ തന്നെയും ഫലം കണ്ടിട്ടുള്ള ഒരു 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 വസ്തുത കൂടിയാണ്. അപ്പോൾ തെരുവിലിറങ്ങിയ ജനം എന്നുള്ളത് മാനിപ്പുലേറ്റഡ് അല്ല എന്നും അപ്പുറത്തും MLA-മാരുടെ എണ്ണം മാനിപ്പുലേറ്റഡ് ആണ് എന്നും ഹൈക്കമാൻഡ് കണ്ടെത്തിയെടുത്താണ് VD സതീശൻ എന്ന നേതാവ് മുഖ്യമന്ത്രിയാകുന്നത് എന്നുള്ളതാണ്. നമുക്ക് അതിലെ കടന്നുപോയ കാര്യങ്ങളിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഞാൻ പറയാം. നേതാക്കളെ MLA-മാരുടെ പിന്തുണ ഇവിടെ നിന്നും നിയമസഭാ കക്ഷി നേതാക്കളുടെ പിന്തുണയുടെ എണ്ണം എടുക്കുന്നു. ഇവിടെ നിന്നും പുറത്തു വന്ന ആ ചിത്രമുണ്ടല്ലോ, ഈ നിരീക്ഷകൻ കയ്യിൽ കൊണ്ടുപോയ ആളുകളുടെ പിന്തുണയുടെ ആ കടലാസ്, അതിൽ നിന്നും പുറത്തു വന്ന ആ ഫോട്ടോ, താങ്ക്സ് ടു ഇന്ത്യൻ എക്സ്പ്രസ്, ആ ഫോട്ടോ ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ടുണ്ട്. ആ ഫോട്ടോയിൽ സുബ്രഹ്മണ്യൻ എന്ന ഉദുമ MLA-യുടെ പേരിന് നേർക്ക് ആരുടെ ഒരു നേതാവിൻ്റെയും പേര് എഴുതിയിട്ടില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ടുണ്ട് ഹൈക്കമാൻഡ് തീരുമാനത്തിൽ. അടുത്തത്, നേതാക്കളെ വിളിക്കുന്നു. VD സതീശൻ അവിടെ ചെന്ന് പോയി സംസാരിച്ച കാര്യം, എനിക്ക് MLA-മാരുടെ പിന്തുണയുണ്ടോ എന്നുള്ളതിൽ ഏതൊക്കെ MLA-മാരുടെ പിന്തുണയുണ്ട് എന്ന കാര്യം അദ്ദേഹം പറയുന്നു. അദ്ദേഹം മുന്നോട്ട് വെച്ച കണക്കും ഒട്ടും കുറവായിരുന്നില്ല. ഇതേ കാര്യങ്ങൾ രമേശ് ചെന്നിത്തലയും അവതരിപ്പിച്ചിട്ടുണ്ട്. രണ്ടുപേരും അവർക്ക് പിന്തുണ നൽകിയ MLA-മാരുടെ കാര്യം പറയുന്നു. പക്ഷേ അവിടെ എത്തിയ കടലാസിൽ ആ രൂപത്തിലായിരുന്നില്ല. അപ്പോൾ ഇത് മാനിപ്പുലേറ്റ് ചെയ്തു എന്ന ഇരു നേതാക്കളും ഹൈക്കമാൻഡിനെ ബോധിപ്പിക്കുകയായിരുന്നു. ഹൈക്കമാൻഡിനെ അല്ല, രാഹുൽ ഗാന്ധിയെ ബോധിപ്പിക്കുകയായിരുന്നു. രാഹുൽ ഗാന്ധിക്ക് അതിൽ ബോധ്യം വന്നു എന്നിടത്താണ് ആ സംശയം തുടങ്ങുന്നത്. അത് മാനിപ്പുലേറ്റഡ് ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ. അതായത് ആ കടലാസുകൾ ഇവിടെ നിന്നും പറഞ്ഞ രൂപത്തിലല്ല അവിടെ എത്തിയത് എന്നുള്ളൊരു ബോധ്യം വരികയാണ്. അവിടെ നിന്നും തുടങ്ങുകയാണ്. പിന്നീട് ഈ പറയുന്ന ഘടകകക്ഷികളുടെ അഭിപ്രായം ആരായുമ്പോൾ വരുന്ന പ്രതികരണങ്ങൾ, ഇവിടെ നടന്ന പ്രതിഷേധങ്ങൾ ഒരു വലിയ പ്രശ്നമായി. അതൊരു അച്ചടക്ക ലംഘനമാണോ എന്ന സംശയം തന്നെയാണ് തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. അതിൽ അദ്ദേഹം മുതിർന്ന നേതാക്കളുടെ നിലപാടെടുക്കുന്നു. അവിടെ VM സുധീരൻ പറയുന്നു, K മുരളീധരൻ പറയുന്നു, മുല്ലപ്പള്ളി ഫോണിൽ പറയുന്നു. ഏറ്റവും ഒടുവിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികം വരുന്നത് AK ആന്റണിയുടേതാണ്. ഈ നേതാക്കളൊക്കെ പറഞ്ഞ കാര്യങ്ങൾ പ്രധാനപ്പെട്ട ഘടകങ്ങളായിട്ടുണ്ട്. അതിൽ VM സുധീരൻ പറഞ്ഞിട്ടുള്ള കാര്യം, ഈ തെരുവിലേക്ക് ഇറങ്ങിയ സ്ത്രീകളും കുട്ടികളുമുണ്ട്. അവരുടെ ജനവികാരം മറന്നുകൊണ്ടൊരു തീരുമാനമെടുത്താൽ, ഒരു ഉപതെരഞ്ഞെടുപ്പുണ്ടായാൽ ഉണ്ടാകുന്ന വലിയ പ്രതിസന്ധി അത് ഹൈക്കമാൻഡിന് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് തന്നെ പ്രതിച്ഛായക്ക് നഷ്ടമുണ്ടാക്കും എന്ന മുന്നറിയിപ്പ് കൂടി ഇവിടുത്തെ മുതിർന്ന നേതാക്കൾ നൽകിയിട്ടുണ്ട്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലെടുത്തിരിക്കുന്ന ഒരു തീരുമാനമാണ്. അപ്പോൾ ഈ ജനവികാരത്തെ, ഓർഗാനിക്കായി തെരുവിലേക്കിറങ്ങിയ ആളുകളുടെ പ്രതികരണത്തെ മുഖവിലക്കെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി VD സതീശൻ പറഞ്ഞിട്ടുള്ള കാര്യം, കഠിനാധ്വാനം ചെയ്ത പൂർണ്ണമായ അർപ്പണബോധത്തോടെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താൻ, കേരളത്തെ മാറ്റിയെടുക്കാൻ, ഒരു പുതിയ കേരളം സൃഷ്ടിക്കാൻ, ഒരു പുതുയുഗത്തിന് തുടക്കം ഇടാൻ കഠിനാധ്വാനം ചെയ്യുമെന്നുള്ളതാണ്. അദ്ദേഹം കഠിനാധ്വാനം ചെയ്യുന്ന ഒരു നേതാവാണ് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നത് സ്ത്രീപക്ഷ നിലപാട് വെറുതെ പറഞ്ഞു പോകുന്ന നിലപാടല്ല എന്നുള്ളതാണ്. തൻ്റെ കൂടെ നടന്നിരുന്ന, ഏറ്റവും അടുപ്പമുണ്ടായിരുന്ന യുവ നേതാവിനെതിരെ വരുന്ന ലൈംഗിക ആരോപണത്തിൽ അദ്ദേഹം എടുത്ത നിലപാട് ഏറ്റവും പ്രധാനമാണ്. അത് അദ്ദേഹത്തോട് അടുപ്പമുണ്ടാകാൻ, ആളുകൾക്ക് കൂടുതൽ അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കാൻ തോന്നിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണെന്ന് ഞാൻ കരുതുന്നു. മറ്റൊന്ന്, വർഗീയ ശക്തികൾ നടത്തിയിരിക്കുന്ന പ്രതികരണങ്ങൾ, വെള്ളാപ്പള്ളി നടത്തിയ പ്രതികരണങ്ങളോട് എങ്ങനെയാണ് അദ്ദേഹം പ്രതികരിച്ചതെന്നും അദ്ദേഹത്തിൻ്റെ പുസ്തകം വരുന്നുണ്ട്. പുസ്തകം വരുന്നുണ്ടല്ലോ, ആദം നീ എവിടെയാകുന്നു എന്ന പുസ്തകം. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളുടെ സമാഹാരമാണ്. അതിൽ അദ്ദേഹം പറയുന്നു, നമ്മുടെ മുൻഗണനകൾ എന്താണ് എന്ന ലേഖനത്തിൽ അദ്ദേഹം പറയുന്നു,
നമ്മുടെ രാജ്യത്ത് ഇന്ന് ഡയലോഗിന്റെ അഥവാ സംവേദനത്തിന്റെ വാതായനങ്ങൾ അടച്ചിട്ടിരിക്കുകയാണ്. അത് തുറക്കേണ്ടതുണ്ട്. അങ്ങനെ സംവേദനത്തിന്റെ വാതായനങ്ങൾ തുറന്നുകൊണ്ട് എല്ലാവരുമായി സംസാരിച്ച് എല്ലാവരുടെയും അഭിപ്രായം തേടി ജനങ്ങളുടെ അന്തസ്സുയർത്തുന്ന ഒരു ഭരണമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു ഭരണം ഉണ്ടാകുമെന്ന ഉറപ്പാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത്. ഇതുവരെ നൽകിയ ഉറപ്പുകൾ പാലിക്കപ്പെട്ടതിനാൽ ഇനിയുള്ള ഉറപ്പുകളും പാലിക്കപ്പെടുമെന്നുള്ള പ്രതീക്ഷകൾ തന്നെയാണുള്ളത്. അദ്ദേഹത്തിന് മുന്നിൽ കടമകൾ ഒട്ടും മോശമല്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷെ അത് കടന്നുകൊണ്ട് അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയും. ജനങ്ങളോട് കൃത്യമായും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു നേതാവ് എന്ന നിലയ്ക്കാണ് അദ്ദേഹം വ്യത്യസ്തനാകുന്നത്. അവിടെ പലപ്പോഴും താരതമ്യങ്ങൾ വരും. ആ താരതമ്യങ്ങളിൽ അദ്ദേഹം മുകളിലേക്ക് വരുന്നു എന്നിടത്താണ് അദ്ദേഹം വ്യത്യസ്തനാകുന്നത്. അങ്ങനെ ഒരു പുതു യുഗം ഉണ്ടാകും എന്ന് തന്നെയാണ് ഈ സമയത്ത് എൻ്റെ പ്രതീക്ഷ. പുതുയുഗത്തിന്റെ തുടക്കമാണോ എന്നാണ് ചോദ്യം. മധു? വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയും പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവുമാകുന്ന കേരള രാഷ്ട്രീയം ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയ്ക്കും വളരെ കൗതുകമുള്ള ഒരു പൗരൻ എന്ന നിലയ്ക്കും ഒരു പുതുയുഗമായിരിക്കും കേരള രാഷ്ട്രീയത്തിന് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പോരുന്ന 5 വർഷം സംസ്ഥാന രാഷ്ട്രീയം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള സംഘടനാശേഷി കൊണ്ട് പരസ്പരം വെല്ലുവിളിക്കുന്ന, റെസ്പെക്ട് ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും, പോസിറ്റീവ് പൊളിറ്റിക്സ് ആണെങ്കിൽ പൊളിക്കും, അതിനുള്ള ഒരു സാധ്യതയും നമ്മൾ കാണുന്നില്ല. എന്നിരുന്നാലും പോരിന് ഒരു കുറവും ഉണ്ടാകില്ല എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇതിലേക്ക് വരികയാണെങ്കിൽ മറ്റൊരാളുടെ നെഞ്ചിൽ പേര് കൊത്തിവെക്കാൻ പോന്നവർ അത്രയൊന്നുമില്ല നമ്മളിൽ പിളർന്നവർ എന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ കോൺഗ്രസിനുണ്ട് എന്ന് കോൺഗ്രസ്സുകാർക്ക് തോന്നുന്നുണ്ട് എങ്കിൽ അത്രയും നല്ലതായിരിക്കുമെന്ന് തോന്നുന്നു. ആളുകളെ കൊണ്ട് ഒരു തിരഞ്ഞെടുപ്പിന് ശേഷം, ഒരു തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഒരു നേതാവിന് വേണ്ടി, ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. ഒരു തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് സംഘടന, ഇനിപ്പോട്ടെ രാഷ്ട്രീയ പ്രവർത്തനം, ഒരു സംഘടനാ പ്രവർത്തനവും സ്വാഭാവികമാണ്. ഒരു തിരഞ്ഞെടുപ്പിന് ശേഷം ആ നിലയ്ക്ക് ഒരു നേതാവിനോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയിലെ കുറേ മനുഷ്യർക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് ഒരു പുതിയ കാഴ്ചപ്പാടാണ്, ഒരു പുതിയ പൊളിറ്റിക്കൽ ഇവൻ്റാണ്. അത് നമ്മുടെ രാഷ്ട്രീയത്തിൽ നടന്നിരിക്കുന്നു എന്നതിനെ വളരെ കൗതുകത്തോടു കൂടി കാണണം. ആ നിലയ്ക്കും അതൊരു പുതിയ തുടക്കമാണ് എന്നത് ഞാൻ പറയാൻ വിചാരിക്കുന്നു. പക്ഷേ നമ്മുടെ രാഷ്ട്രീയമാണല്ലോ, നമ്മുടെ കേരള രാഷ്ട്രീയമാണല്ലോ, വാനോളം വളർത്തിയവനെ വെട്ടിവേലത്ത് വെച്ചിരിക്കുന്ന ചരിത്രം നമ്മുടെ ഇടയ്ക്ക് ഒരുപാടുണ്ട്. അതുകൊണ്ട് കണ്ടറിയണം. പിന്നെ അങ്ങനെ ആരും ഊട്ടി വളർത്തിയതല്ലാത്തത് കൊണ്ട് വീടില്ല എന്ന് വേണമെങ്കിലും വിചാരിക്കാം. ആരും വെള്ളിത്താലത്തിൽ വെച്ച് ഒന്നും കൊടുത്തിട്ടില്ലാത്തത് കൊണ്ട് ഒരു പക്ഷേ, പിന്നെ ഈ വെട്ട് പുതിയതല്ലാത്തത് കൊണ്ടും ഒരു പക്ഷേ വീണയ്ക്കില്ല എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ വീഴാനും തീരാനും ഒക്കെ സമയം ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് തന്നെ ഉണ്ടായിരുന്നു ഏറ്റവും സാധ്യത കൊണ്ട് എന്നും വിചാരിക്കുന്നു. അതുകൊണ്ട് ആ നിലയ്ക്ക് വീണു പോകില്ല എന്നും കരുതുന്നു. ഇതിൽ വിയർത്തുണ്ടാക്കിയതാണ് ഈ നേട്ടം, പാർട്ടിയുടെ നേട്ടം എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഞാൻ 2 തവണ മീറ്റ് ദ എഡിറ്റേഴ്സിൽ പറഞ്ഞതാണ്. 2021 തുടർ പരാജയമുണ്ടായ സമയം മുതൽ ഇങ്ങോട്ട് ഈ പ്രസ്ഥാനം എത്ര വിജയങ്ങൾ നേടിയിട്ടുണ്ടോ, അത് ഉപതെരഞ്ഞെടുപ്പിലാകട്ടെ, തദ്ദേശ തെരഞ്ഞെടുപ്പിലാകട്ടെ, ലോക്സഭാ തെരഞ്ഞെടുപ്പിലാകട്ടെ, ഈ തെരഞ്ഞെടുപ്പിലാകട്ടെ, അത് വിയർത്തു തന്നെ ഉണ്ടാക്കിയതാണ്. കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം കോൺഗ്രസിനെ തന്നെ അതിശയിക്കുന്ന തരത്തിൽ പണിയെടുത്തുണ്ടാക്കിയ വിജയങ്ങൾ തന്നെയാണ് എന്നതിൽ ഒരു തർക്കവുമില്ല. അതിന് സ്വാഭാവികമായും ഒരു വിഷൻ വേണം, അതിന് മുന്നിൽ നിന്ന് നയിക്കാൻ ആളുകൾ വേണം. അതെല്ലാം മുന്നോട്ട് വെക്കാൻ കോൺഗ്രസിന് സാധിച്ചു. ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ കസേരയുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയ തർക്കങ്ങൾ കോൺഗ്രസിന് ഒരിക്കലും ഗുണം ചെയ്തിട്ടില്ല എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇനി അതുണ്ടാകാതിരിക്കട്ടെ മുന്നോട്ട് പോക്കിൽ എന്നത് എൻ്റെ ഒരു ആശംസയായി കൂടി ഈ ഘട്ടത്തിൽ മുന്നോട്ട് വെക്കാൻ ഞാൻ വിചാരിക്കുന്നു. പിന്നെ വി.ഡി. സതീശൻ CPM-ഉം കോൺഗ്രസും ഒരുമിച്ച് വളർത്തിയ നേതാവാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം തുടങ്ങിയപ്പോൾ മുതൽ ഇങ്ങോട്ട് വി.ഡി. സതീശൻ എന്നൊരൊറ്റ വ്യക്തിയിൽ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു ഇടതുപക്ഷത്തിന്റെ പ്രചാരണം മുഴുവനും. അതിൽ നുണേശൻ എന്ന ഒരു വാക്ക് അത് ആ നിലയ്ക്കല്ല ഗുണം ചെയ്തത് എന്നതിനെക്കുറിച്ച് തർക്കമൊന്നും ഈ ഘട്ടത്തിലെങ്കിലും ഇല്ല എന്ന് വിചാരിക്കുന്നു. നുണേശൻ എന്ന് 4 or 5 പേജുകൾ ഉണ്ടായതിനു ശേഷം വി.ഡി. സതീശൻ ഒരു ദിവസം വന്ന് നുണറായി എന്നൊരു പ്രയോഗം നടത്തി. അത് തിരിച്ചടിച്ചു. ഇപ്പം നമ്മൾ ഇൻസ്റ്റഗ്രാം കാലത്താണല്ലോ ജീവിക്കുന്നത്. കോർണർ ചെയ്തവരാരുണ്ടെങ്കിലും അവരോളം തിരിച്ചു വന്നവർ ഈ കാലഘട്ടത്തിലില്ല. ആരെയൊക്കെ കൂട്ടം കൂടി ആക്രമിച്ചിട്ടുണ്ടോ അവരോളം തിരിച്ചടിച്ചിട്ടുള്ളവർ വേറെ ആരുമില്ല എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അങ്ങനെ ഒരു തിരിച്ചുവരവ് വി.ഡി. സതീശന് അനുകൂലമായിട്ട് ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. സൈബർ പ്രചരണങ്ങളടക്കം ആരുടെ തലയ്ക്ക് നേരെയായിരുന്നോ ഇവിടെ ഒരു പരാജയം ഉണ്ടായിട്ടുണ്ടായിരുന്നെങ്കിൽ അത് ആരുടെ തലയെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നോ, ആരുടെ വനവാസത്തിന് വേണ്ടിയായിരുന്നോ മുറവിളി ഉണ്ടായിട്ടുള്ളത്, അവിടെ ഒരു കൂട്ടായ്മ രൂപപ്പെട്ടു, മാനസികമായ ഐക്യം എന്നുള്ളതാണ് ഞാൻ കണ്ടത്. പിന്നെ മറ്റൊരു കാര്യമുണ്ട്, നമ്മളൊന്ന് ഉള്ളിലേക്ക് നോക്കിയാൽ, അവനവൻ്റെ ഉള്ളിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ
കടുത്ത അന്യായമാണ് എനിക്കുണ്ടാകുന്നത് എന്ന് തിരിച്ചറിഞ്ഞിട്ടും, ഓരോരുത്തരെ കുറിച്ചാണ് പറയുന്നത്, എനിക്കുണ്ടാകുന്നത് എന്ന് തിരിച്ചറിഞ്ഞിട്ടും നിസ്സഹായമായി ഒന്നും ചെയ്യാൻ കഴിയാതെ നിന്നുപോയ ഒരുപാട് മനുഷ്യർ, ഞാനും നിങ്ങളും അടക്കമുള്ളവരുണ്ടായിരിക്കും. അങ്ങനെയുള്ളവരുടെ ഉള്ളിലെല്ലാം ഇത് അന്യായമാണ്, അനീതിയാണ് എന്നൊരു തോന്നലുണ്ടായതിൻ്റെ പേരിലാണ് രാഷ്ട്രീയമായ മതിൽക്കെട്ടുകൾക്കപ്പുറത്തേക്ക് എന്തെങ്കിലും ഒരു വികാരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും ഉണ്ടായത് എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ മറ്റ് 2 പേരുടെ പേരെടുത്തു പറയാതെ ഈ ദിവസം അവസാനിച്ചു പോവുകയില്ല. ഒന്ന് VM സുധീരനാണ്. VM സുധീരൻ ധീരനാണ് എന്ന് തെളിയിച്ച ദിവസം കൂടിയാണ് ഇത്. അദ്ദേഹം ആദർശത്തിൻ്റെ മുഖചിത്രമായി കുറേ കാലം കേരള രാഷ്ട്രീയത്തിൽ അടയാളപ്പെടുത്തി പോയി. പക്ഷേ അദ്ദേഹം ഒന്നുമായിട്ടില്ല എന്ന് ഞാൻ പറയില്ല. അധികാരം KPCC അധ്യക്ഷൻ അപ്പുറത്തേക്ക് ഒരു പക്ഷേ അദ്ദേഹം വളരേണ്ടുന്ന ഒരു മനുഷ്യൻ തന്നെയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിയോഗങ്ങളിൽ ഒന്ന് ഈ അഭിപ്രായം, ഈ തീരുമാനം എന്നതിനെ സ്വാധീനിക്കുക കൂടിയായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഇപ്പോൾ VD സതീശൻ ഇതൊരു ദൈവനിയോഗമാണ് എന്നാണല്ലോ പറഞ്ഞത്. വിശ്വാസമൊക്കെ ഓരോരുത്തരുടേതുമാണ്, വ്യക്തിപരവുമാണ്. മറ്റൊന്ന് K മുരളീധരൻ, അദ്ദേഹവും ആ നിലയ്ക്കുള്ളൊരു അഭിപ്രായം സ്വീകരിച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ എനിക്ക് ചിലരെക്കുറിച്ച് കൂടി പറയാനുണ്ട്. അത് കേരളത്തിലെ യുവനിരയെക്കുറിച്ചാണ്. മാറ്റങ്ങൾ യുവാക്കളിലൂടെ ഉണ്ടാകുന്നു എന്ന് വിചാരിക്കുന്ന സമയത്ത് അധികാരത്തിനൊപ്പം നിൽക്കാതെ, നോക്കൂ, നമ്മളൊരു ഒഴുക്കിനൊപ്പം നീങ്ങി നിൽക്കുകയാണെങ്കിൽ നമ്മൾ പൊങ്ങിക്കിടക്കും. നമ്മളാണ് ആ ഒഴുക്കിൻ്റെ കാരണമെന്ന് വിചാരിക്കും. പക്ഷെ നീന്തിക്കയറുന്ന ചില മനുഷ്യരുണ്ട്. ഒരു പ്രളയം അവസാനിച്ചു പോകുമ്പോൾ അവരവിടെ തലയുയർത്തി നിൽക്കും. അങ്ങനെയും സാധിക്കും ഒഴുക്കിനെതിരെ നീങ്ങാൻ. ചിലർ മുഖ്യമന്ത്രി ആകും, ചിലർ അധികാര കേന്ദ്രമാകും എന്ന് വിചാരിക്കുന്ന സമയത്ത് അവരുടെ കൂടെ ഒഴുകാമെന്ന് വിചാരിക്കുന്നവർ. സുധീരൻ VD സതീശനോട് പറഞ്ഞു അത്രേ, അങ്ങനെ ആ തരത്തിൽ ഈ പ്രകീർത്തിക്കാൻ വരുന്നവരുണ്ടല്ലോ, അവരെ മാറ്റി നിർത്തുന്നത് നന്നായിരിക്കുമെന്ന്. സ്തുതിപാഠകർ കുറച്ച് ബുദ്ധിയുള്ള മണ്ടന്മാരുണ്ട് കാലഘട്ടത്തിൽ. അവരിങ്ങനെ ഇങ്ങനെ പതപ്പിച്ചു കൊടുക്കുക, ഇങ്ങനെ ചമത്കാരമുണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്, അവതാരങ്ങളായി പിറക്കുക എന്നുള്ളതാണ്. പക്ഷേ ഒരു അധികാരത്തിനും അവരെ കൊണ്ട് ഒരു ഗുണവും ഉണ്ടാകില്ല എന്ന് മാത്രമല്ല, ആ അധികാരത്തിൻ്റെ അവസാനം ചൂണ്ടിക്കാണിക്കപ്പെടുന്നവരിൽ ഏറ്റവും ആദ്യം നിൽക്കുന്നവർ അവർ തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി, മിഷൻ ഗണ്ണ്, അവസാനം ഗുദാഹവ എന്നുള്ള സാഹചര്യമാണ് ഉണ്ടായത് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ളവരെ കൂടി അടുപ്പിക്കാതെ, ഇപ്പോൾ പിണറായി വിജയൻ സർക്കാർ വന്നപ്പോൾ അവതാരങ്ങളെ അടുപ്പിക്കില്ല എന്നൊരു പ്രഖ്യാപനമുണ്ടായി. വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഈ സമൂഹം ഉണ്ടായത്. പിന്നീട് അതിന് ചില അപവാദങ്ങൾ ഉണ്ടായി. എന്നിരുന്നാൽ പോലും ആ കാഴ്ചപ്പാട് അനുകരണീയമാണ്. അത് ആവർത്തിക്കാൻ പുതിയ അധികാര കേന്ദ്രത്തിന് കഴിയട്ടെ എന്നാണ് ഞാൻ ആത്മാർത്ഥമായും ആഗ്രഹിക്കുന്നത്. പുതിയ യുഗമാണോ എന്നുള്ളതാണ് ഇന്നത്തെ മീറ്റ് ദി എഡിറ്റേഴ്സിലെ ചോദ്യം. ഈ ഇന്നത്തെ തീരുമാനത്തെ ഞാൻ കാണുന്നത് കോൺഗ്രസ് എടുത്ത റിസ്ക് കുറഞ്ഞ എന്നാൽ ആഘാതശേഷി ഒരുപക്ഷെ കൂടുതലുള്ളൊരു തീരുമാനമായിട്ടാണ്. റിസ്ക് കുറഞ്ഞത് എന്ന് പറഞ്ഞാൽ നിലവിൽ കോൺഗ്രസിൻ്റെ മുന്നിലുള്ള 3 സാധ്യതകളിൽ ഒന്ന്, CLPയിൽ കോൺഗ്രസ് ലെജിസ്ലേറ്റീവ് പാർട്ടിയിലെ ഭൂരിപക്ഷം അംഗങ്ങളുടെയും പിന്തുണയുള്ള KC വേണുഗോപാലിനെ ലെജിസ്ലേറ്റീവ് പാർട്ടിയുടെ നേതാവായിട്ട് തിരഞ്ഞെടുക്കുക. റിസ്ക് ഏറ്റവും കൂടുതലുള്ളൊരു തീരുമാനമാണ്. എന്താ റിസ്ക് ഏറ്റവും കൂടുതലുള്ള തീരുമാനം? മറുഭാഗത്ത് ഘടകകക്ഷികൾ, മുസ്ലിം ലീഗ് ആണെങ്കിലും ശരി, മറ്റ് ഘടകകക്ഷികളാണെങ്കിലും ശരി, VD സതീശനോടൊപ്പം നിൽക്കുന്നൊരു വിഭാഗമാണെങ്കിലും VD സതീശനടക്കം ഈ ക്യാബിനറ്റിൽ നിന്ന് ഓപ്റ്റ് ഔട്ട് ചെയ്യാനും ഒരുപക്ഷെ 6 മാസം വരെ ഈ മന്ത്രിസഭയിൽ ലീഗ് അടക്കമുള്ളവരുടെ സാന്നിധ്യം ഇല്ലാതിരിക്കാനും സാധ്യതയുണ്ടാകുമായിരുന്ന ഒരു കോണ്ടെക്സ്റ്റ്, ഏറ്റവും റിസ്കി ആയിട്ടുള്ള ഒരു കോണ്ടെക്സ്റ്റാണ് KC വേണുഗോപാലിനെ. അതാണ് ഇതുവരെയും കോൺഗ്രസ് അനുവർത്തിച്ചു വന്ന ചരിത്രം. അത് മധ്യപ്രദേശിൽ കമൽനാഥിനെ തിരഞ്ഞെടുക്കുമ്പോഴാവട്ടെ, രാജസ്ഥാനിൽ അശോക് ഗെഹ്ലോട്ടിനെ തിരഞ്ഞെടുക്കുമ്പോഴാവട്ടെ, കർണാടകയിൽ സിദ്ധരാമയ്യയെ തിരഞ്ഞെടുക്കുമ്പോഴാവട്ടെ, ഇതേ നിലപാടാണ്, ഇതേ കീഴ്വഴക്കമാണ് കോൺഗ്രസ് പുലർത്തി വന്നത്. എന്നാൽ ആ കീഴ്വഴക്കങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇതൊരു പക്ഷേ സമീപകാല കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ ഇതാദ്യമായി ലെജിസ്ലേറ്റീവ് പാർട്ടി ഭൂരിപക്ഷമുള്ള നേതാവിനെ മറികടന്ന്, എന്നാൽ മറ്റു ചില മാനദണ്ഡങ്ങൾ കൂടി കണക്കിലെടുത്ത് ഒരു നേതാവിനെ ലെജിസ്ലേറ്റീവ് പാർട്ടിയുടെ നേതാവായിട്ട് തീരുമാനിക്കുകയാണ് കോൺഗ്രസ്. അത് ഹൈലി റിസ്കിയായ ഒരു സാധ്യത, KC വേണുഗോപാലിനെ ആക്കണ്ട എന്നൊരു തീരുമാനം. രണ്ടാമത്തത് രമേശ് ചെന്നിത്തലയാക്കിയാൽ 50-50 ആണ്, ലെസ് റിസ്കിയാണ്. പക്ഷേ അതേസമയം തന്നെ അവിടെയും ഈ ഫാക്ടർ നിലനിൽക്കുന്നു. പെട്ടെന്ന് പൊടുന്നനെയുണ്ടാവാവുന്ന ഒരു പ്രതിഷേധം, പൊടുന്നനെയുണ്ടാവാവുന്ന തെരുവിലിറങ്ങൽ. എനിക്കൊന്നുമില്ല, രമേശ് ചെന്നിത്തലയാണ് മുഖ്യമന്ത്രിയാക്കുന്നതെങ്കിൽ മുസ്ലിം ലീഗ് 6 മാസം മന്ത്രിസഭയിൽ ചേരാതെ വിട്ടുനിൽക്കാനുള്ള തീരുമാനമൊന്നും എടുക്കുന്നു തോന്നില്ല. അവിടെ അക്കോമഡേറ്റീവ് ആയിരിക്കാം മുസ്ലിം ലീഗ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റ് ഘടകകക്ഷികളെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. അത് KC വേണുഗോപാലിനേക്കാൾ കുറച്ചുകൂടി റിസ്ക് കുറവുള്ള ഒരു ഫാക്ടറാണ്. മൂന്നാമത്തെ ഫാക്ടറാണ് VD സതീശനെ മുഖ്യമന്ത്രിയാക്കുന്നതോടുകൂടി സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാൽ പരസ്യമായി പ്രതികരിക്കാൻ പോകുന്നില്ല. 1. 2. രമേശ് ചെന്നിത്തലയോടൊപ്പം നിൽക്കുന്നവരുടെ എണ്ണം ആ അർത്ഥത്തിൽ പരസ്യമായി ഇറങ്ങി തെരുവിലിറങ്ങി പ്രതിഷേധിക്കുന്ന ആൾക്കാരുമല്ല. 3. ഘടകകക്ഷികളുടെ ഒരാളുടെ ഭാഗത്തു നിന്നും ഒരു നെഗറ്റീവ് ശബ്ദം ഉണ്ടാവില്ലെന്ന് മാത്രമല്ല, ഹൈക്കമാൻഡിന്റെ തീരുമാനത്തെ ഘടകകക്ഷികൾ
അവർ തെരുവുകളിൽ ഇറങ്ങി പടക്കം പൊട്ടിച്ചും ലഡു വിതരണം ചെയ്തും ആഘോഷിക്കുകയും ചെയ്യും. അപ്പോൾ കോൺഗ്രസിന് മുന്നിൽ റിസ്ക് ഏറ്റവും കുറവുള്ള ഒരു ചോയ്സ് ആയിരുന്നു വി ഡി സതീശൻ. ആ ചോയ്സ് തന്നെയാണ് വി ഡി സതീശൻ്റെ കാര്യത്തിൽ എടുത്തത്. പക്ഷേ കോൺഗ്രസ് ഇന്നുവരെ പിന്തുടരുന്ന എല്ലാ കീഴ്വഴക്കങ്ങളിൽ നിന്നും വ്യത്യസ്തമായി, സമീപകാല ചരിത്രത്തിൽ നിന്ന് വ്യത്യസ്തമായ അസാധാരണമായ ഒരു തീരുമാനം എന്നുകൂടി ഞാൻ പറയും. ഇതിന് ആഘാതശേഷി കൂടുതലുണ്ടെന്ന് പറയാനുള്ള കാരണം ഇത് ഏതു രീതിയിലേക്കാണ് പോകുന്നത് എന്നുള്ളതാണ് നമ്മളെ ആശങ്കപ്പെടുത്തുന്ന ഒരു ഘടകം. അതിൻ്റെ കാരണം ഒന്ന്, ലെജിസ്ലേറ്റീവ് പാർട്ടി ഭൂരിപക്ഷം ഇല്ല എന്നത് മാത്രമല്ല, ഇപ്പോൾ സമൂഹത്തിൽ ഉയർന്നു വരുന്ന അപകടകരമായൊരു നെറേറ്റീവ് ഉണ്ട്. ആ നെറേറ്റീവിൻ്റെ ഒരു പ്രതിഫലനം ഇന്ന് തൊടുപുഴയിൽ നമ്മൾ കേട്ടു. തൊടുപുഴയിൽ ഒരു മുദ്രാവാക്യം ഇങ്ങനെയായിരുന്നു: ലീഗാട ഇത് ലീഗാണ്, ലീഗ് ഭരിക്കും കേരള മണ്ണിൽ, ലീഗ് പറയും നിയമങ്ങൾ എന്നാണ്. അതിനിടയ്ക്ക് 2 വരികളുണ്ട്. പക്ഷേ ഞാനത് കേരളത്തിൻ്റെ സമുദായ സന്തുലിതാവസ്ഥയെ മുൻനിർത്തിക്കൊണ്ടത് വായിക്കുന്നില്ല. പക്ഷേ ഈ മുദ്രാവാക്യം വിളിച്ചു കഴിഞ്ഞതിന് ശേഷം മുസ്ലിം ലീഗിന് ബോധ്യമായി ഇത് അപകടകരമായ മുദ്രാവാക്യമാണ്. മറുഭാഗത്ത് BJP വളരാൻ വളക്കൂറുള്ളൊരു മണ്ണ് തേടിക്കൊണ്ടിരിക്കുമ്പോൾ ഇതേപോലെ ഒരു മുദ്രാവാക്യം വിളിക്കുമ്പോൾ അതുണ്ടാക്കാവുന്ന രാഷ്ട്രീയാഘാതം എന്താണെന്ന് മുസ്ലിം ലീഗ് തിരിച്ചറിയുന്നു. ഉടനെ തന്നെ ഇടുക്കിയിലെ യൂത്ത് ലീഗ് ജില്ലാ കമ്മിറ്റി ഈ മുദ്രാവാക്യം വിളിച്ച ഈ ഇടുക്കിയിലെ യൂത്ത് ലീഗിൻ്റെ ജില്ലാ കമ്മിറ്റി പിരിച്ചുവിടാനുള്ള തീരുമാനമുണ്ടാക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ആഘാതശേഷി എന്ന് പറയുന്നത് ഒരു പക്ഷേ ഇനി വരും നാളുകളിൽ നിർണ്ണയിക്കപ്പെടേണ്ടതാണ്. അത് നിലവിൽ വി ഡി സതീശനോടൊപ്പം സത്യപ്രതിജ്ഞ ചെയ്യുന്ന മന്ത്രിമാരും അതോടൊപ്പമുള്ള ചർച്ചകളും വരും നാളുകളിൽ ദിശ എങ്ങോട്ട് കൊണ്ടുപോകുമെന്ന് തീരുമാനിക്കുന്നു. ഞാൻ തൽക്കാലം അവിടെ നിർത്തുന്നു. കാരണം പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്ന വി ഡി സതീശന് എല്ലാവിധ അഭിനന്ദനങ്ങളും നമ്മൾ നേരുന്നു. വരുന്ന ദിവസങ്ങളിൽ നമ്മൾ ഏതൊരു സർക്കാരിനെ സംബന്ധിച്ചും ഒരു ഹണിമൂൺ പീരീഡ് ഉണ്ട്. ആ ഹണിമൂൺ പീരീഡിൽ പൂർണ്ണമായിട്ടും നമ്മൾ ആ തുടക്കത്തിൽ ആ സർക്കാരിനോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ഒരു മാധ്യമത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. അത് ആദ്യഘട്ടത്തിൽ അതിന് നിശ്ചിതമായ ദിവസങ്ങളുണ്ടാവും. അതിനുശേഷമാണ് നമ്മൾ ഓഡിറ്റിന് വിധേയമാക്കുക. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഇതൊരു പുതുയുഗമാണോ എന്ന് ചോദിച്ചാൽ ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചും ദേശീയ തലത്തിലും ഒരു പുതുയുഗമാണ് എന്നുള്ളൊരു സൂചന വരുന്നുണ്ട്. നോക്കൂ, എന്തൊക്കെയാണ് ഡൽഹിയിൽ കഴിഞ്ഞ 5 ദിവസങ്ങളിലായിട്ട് നടന്ന നാടകങ്ങൾ. ആദ്യം എന്തായിരുന്നു തീരുമാനം? CLPയുടെ പിന്തുണയുള്ള KC വേണുഗോപാലിനോട് ചേർന്ന് നിൽക്കുകയായിരുന്നു മല്ലികാർജുൻ ഖർഗെ, ചേർന്ന് നിൽക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി. ഏകദേശം KC വേണുഗോപാൽ ആയിരിക്കും കേരളത്തിൻ്റെ അടുത്ത മുഖ്യമന്ത്രി എന്ന് തീരുമാനിച്ച ഘട്ടത്തിൽ നിന്ന് എങ്ങനെയാണ് ആ തീരുമാനം പിന്നിലേക്ക് പോയത്? അവിടെ രാഹുൽ ഗാന്ധി ഇതേവരെ എടുത്ത തീരുമാനങ്ങളെ കോൺഗ്രസിൽ അധികം ചോദ്യം ചെയ്ത് റദ്ദാക്കിയിട്ടില്ല. മല്ലികാർജുൻ ഖർഗെയും രാഹുൽ ഗാന്ധിയും KC വേണുഗോപാലും ഇതിനും അപ്പുറം ഒരു ശബ്ദം നമ്മൾ കേട്ടിട്ടില്ല ദേശീയ തലത്തിൽ കോൺഗ്രസിൻ്റേത്. ഇന്നിപ്പോൾ ഇതാ പ്രിയങ്ക ഗാന്ധിയുടെ ശബ്ദമായത് അവിടെ വരുന്നു. പ്രിയങ്ക ഗാന്ധി ഈ വിഷയത്തിൽ ശക്തമായി ഇടപെട്ടു എന്ന മട്ടിലുള്ള വാർത്തകൾ വരുന്നു. രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും KC വേണുഗോപാലും കേരളത്തിന് ചുമതലയുള്ള ദീപ ദസ് മുൻഷിയും ചേർന്നെടുത്തിരിക്കുന്ന ആ തീരുമാനത്തെ പ്രിയങ്ക ഗാന്ധി കൂടി ഇടപെട്ടുകൊണ്ട് തിരുത്തിയിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രിയങ്കാസ് വിൻ, രാഹുൽസ് ഫേസ് ലോസ് എന്നാണ്. ഒപ്പം KC വേണുഗോപാൽസ് ലോസ് എന്നാണ്, പൊളിറ്റിക്കൽ ലോസ് എന്നുള്ളതാണ്. നോക്കൂ, ഇനി KC വേണുഗോപാൽ എങ്ങനെയാണ് സംഘടനാ ചുമതലയുള്ള ഒരു ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ പതിവ് പോലെ ശക്തനാവുക? ഒരു പ്രധാനപ്പെട്ട ചോദ്യമല്ലേ. കേരളത്തിലെ മുഖ്യമന്ത്രി പദത്തിലേക്കുള്ള ഓട്ടത്തിൽ പരാജയപ്പെട്ട KC വേണുഗോപാലിന് ഇനി മറ്റു സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെ നിശ്ചയിക്കുന്ന റേസിൽ നിർണായകമായ തീരുമാനം പഴയ ആത്മവിശ്വാസത്തോടു കൂടി പറയാൻ കഴിയുമോ? ദാറ്റ്സ് നമ്പർ 1. നമ്പർ 2, പഴയതുപോലെ ആയിരിക്കുമോ ദേശീയ തലത്തിലെ കോൺഗ്രസിന്റെ നേതൃത്വം? അവിടെ രാഹുൽ ഗാന്ധി പറഞ്ഞതിന് മല്ലികാർജുൻ ഖാർഗെ പറഞ്ഞതിനും മുകളിലായി ഒരു തീരുമാനം എത്തുന്നുണ്ടെങ്കിൽ ആ തീരുമാനം സ്വാഭാവികമായും പ്രിയങ്ക ഗാന്ധിയുടേതാകുന്നുവെങ്കിൽ ഒരു പുതിയ പവർ സെന്റർ രൂപീകരിക്കപ്പെടുന്നുണ്ടോ? പ്രധാനപ്പെട്ട രണ്ടാമത്തെ ചോദ്യം. ദേശീയ മാധ്യമങ്ങളടക്കം ഇപ്പോൾ ചർച്ച ചെയ്യുന്ന രണ്ടാമത്തെ പുതുയുഗം എന്ന് പറയുന്നത് ആ തരത്തിലുള്ള രാഷ്ട്രീയ മാറ്റം കോൺഗ്രസിന്റെ കേന്ദ്രത്തിൽ ഉണ്ടാവുന്നുണ്ടോ എന്നുള്ളതാണ്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് നിലവിൽ നമ്മുടെ വി ഡി സതീശൻ നേരിടാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി കോൺഗ്രസിനുള്ളിൽ എന്നുള്ളതാണ്. 2 പ്രതിപക്ഷ കക്ഷികളുണ്ട് എന്നുള്ളതാണ് ഇന്നിപ്പോൾ സമൂഹ മാധ്യമങ്ങൾ പറയുന്നത്. ഒന്ന് CPM-ഉം 2 കോൺഗ്രസിനുള്ളിലെ VC, RC, KC പക്ഷങ്ങളും. നോക്കൂ, നമ്മൾ ഇത് ചർച്ച ചെയ്യുന്ന സമയത്ത് രമേശ് ചെന്നിത്തല പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പങ്കെടുക്കാതെ ഗുരുവായൂരിലേക്ക് പോയിരിക്കുകയാണ്. വലിയ വ്യക്തമായ അതൃപ്തി പരസ്യമാക്കി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. നാളെകളിൽ എന്തും സംഭവിക്കാമല്ലോ. പക്ഷേ നോക്കൂ, ഒരുപക്ഷെ നിങ്ങൾക്ക് RC അനുനയിപ്പിക്കാൻ കഴിയുമായിരിക്കാം. പക്ഷേ KCയുടെ കാര്യത്തിൽ അവരോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന നേതാക്കൾ പറയുന്നത് വൈകാരികമായി മുറിവേറ്റിരിക്കുന്നു KCK എന്നുള്ളതാണ്. വൈകാരികമായി മുറിവേറ്റിരിക്കുന്ന KC എങ്ങനെയാണ് പ്രതികരിക്കുക? ആ പ്രതികരണത്തെ, ആ വിയോജിപ്പിനെ എങ്ങനെയാണ് വി ഡി സതീശൻ മറികടക്കാൻ പോവുക എന്നുള്ളതാണ് വി ഡി സതീശൻ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ ക്രൈസിസ്. ഒരു പക്ഷേ രമേശ് ചെന്നിത്തലയെ വി ഡിക്ക് മാനേജ് ചെയ്യാൻ കഴിയുമായിരിക്കും. പക്ഷേ KC എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളതൊരു പൊളിറ്റിക്കൽ ക്വസ്റ്റനായി നിൽക്കും. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഭരണപരമായ വെല്ലുവിളി നേരിടാൻ പോകുന്നു. അതിൽ ഒരു സൂചന ഇന്നിപ്പോൾ നൽകിയിട്ടുണ്ട്. ആരാ സൂചന നൽകിയിരിക്കുന്നത്? AK ആന്റണി. AK ആന്റണി പറഞ്ഞിരിക്കുന്നത് എന്താ? പ്രിയപ്പെട്ട പ്രേക്ഷകരെ ശ്രദ്ധിച്ച് കേൾക്കണം. തുടക്കത്തിൽ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കരുത്. നമ്മുടെ സംസ്ഥാനം പാപ്പരായ ഒരു സംസ്ഥാനമാണ്.
കുറച്ച് കയ്പുനീര് കുടിക്കേണ്ടി വരും. VD സതീശനെ ഒപ്പം നിർത്തി AK ആന്റണി പറയുകയാണ്, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എന്തായിരുന്നു വാഗ്ദാനങ്ങൾ? ഇന്ദിരാ ഗ്യാരണ്ടി. യഥാർത്ഥത്തിൽ മുതിർന്ന നേതാവ് AK ആന്റണി പറഞ്ഞതാണോ വസ്തുത? എല്ലാവിധ ബഹുമാനങ്ങളോടും കൂടി ഞാൻ അദ്ദേഹത്തോട് വിയോജിക്കുന്നു. കേരളം പാപ്പരായ ഒരു സംസ്ഥാനമാണോ? കേരളം പാപ്പരായ സംസ്ഥാനമല്ല. ഏത് ഫിസ്ക്കൽ പാരാമീറ്ററിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ സംസ്ഥാനത്തെ ഒരു പാപ്പരായ സംസ്ഥാനം എന്ന് AK ആന്റണി വിശേഷിപ്പിച്ചത്? ഇതെന്നിൽ ഒരു സംശയമുണ്ടാക്കുന്നത്, പ്രഖ്യാപിച്ചിരിക്കുന്ന വാഗ്ദാനം ചെയ്യപ്പെട്ട ആനുകൂല്യങ്ങൾ അത് ഉടൻ നടപ്പാക്കാതിരിക്കാനുള്ള ഒരു പ്രതിരോധമാണോ എന്നുള്ളത് സ്വാഭാവികമായിട്ടും സംശയിക്കേണ്ടി വരും. നോക്കൂ, നമ്മളുടെ വളർച്ചാ നിരക്ക് ദേശീയ ശരാശരിയേക്കാൾ മികച്ചതായി നിൽക്കുന്നില്ലേ? 6.19% നമ്മുടെ വളർച്ചാ നിരക്ക്. കേരള സംസ്ഥാനത്തിന്റെ വളർച്ചാ നിരക്ക് മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് മെച്ചപ്പെട്ട ഗ്രോത്ത് റേറ്റ് ഉള്ള ഒരു സംസ്ഥാനമല്ലേ കേരളം? മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് മെച്ചപ്പെട്ട ധനക്കമ്മി കുറവ് വന്നിരിക്കുന്ന ഒരു സംസ്ഥാനമല്ലേ കേരളം? നോക്കൂ, ഏറ്റവും ഒടുവിലുള്ള കണക്ക് പ്രകാരം 3.2%-ലേക്ക് 3.5%-ൽ നിന്ന് 3.2%-ലേക്ക് ധനക്കമ്മി കുറഞ്ഞിരിക്കുന്ന ഒരു സംസ്ഥാനമാണ്. ഞാൻ പറഞ്ഞതല്ല, ബഡ്ജറ്റിലെ സ്ഥിതിവിവര കണക്കുകളാണ്, ആക്ച്വൽ ഫിഗേഴ്സ് ആണ്. റവന്യൂ കമ്മിയിൽ നോക്കൂ, റവന്യൂ കമ്മിയിൽ എത്രമാത്രം കുറവ് സംഭവിച്ചിരിക്കുന്നു. 2.1%-ൽ നിന്ന് 1.9%-ലേക്ക് റവന്യൂ കമ്മിയിൽ കുറവ് സംഭവിച്ചിരിക്കുന്നു. അപ്പോൾ റവന്യൂ കമ്മിയിൽ കുറവ് വന്നിരിക്കുന്ന, ധനക്കമ്മിയിൽ കുറവ് വന്നിരിക്കുന്ന, വളർച്ചാ നിരക്കിൽ മെച്ചപ്പെട്ട കണക്ക് കാണിക്കുന്ന, പൊതുകടത്തിന്റെ കാര്യത്തിൽ 15 സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് മെച്ചപ്പെട്ട നിലയിൽ നിൽക്കുന്ന കേരള സംസ്ഥാനമാണോ പാപ്പരായ സംസ്ഥാനം? 1.25 ലക്ഷം കോടി രൂപയുടെ തനത് റവന്യൂ വരുമാനമുള്ള ഈ സംസ്ഥാനം പാപ്പരായ ഒരു സംസ്ഥാനമാണെന്നുള്ളൊരു പ്രതിരോധം അധികാരത്തിലേറും മുമ്പ് VD സതീശൻ സ്വീകരിക്കരുത് എന്നുള്ളതാണ് എനിക്ക് വിനീതമായി പറയാനുള്ളത്. അത് ജനങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന വാഗ്ദാനങ്ങളിൽ നിന്ന് ഒളിച്ചോടാനുള്ള സൂചനയായിട്ട് ഒരുപക്ഷെ ജനം വ്യാഖ്യാനിച്ചേക്കാം. ഇനി നേരിടാൻ പോകുന്നതും ഇതേ പ്രധാനപ്പെട്ട വെല്ലുവിളി തന്നെയാണ്. അത് വരും ദിവസങ്ങളിൽ കാണാം. എങ്കിലും പ്രതിപക്ഷ നേതാവായിരുന്ന ഇപ്പോൾ നിയുക്ത മുഖ്യമന്ത്രിയായ VD സതീശന് എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു. ഒപ്പം VD സതീശന്റെ ടീമിന്റെ ഭാഗമാകാൻ പോകുന്ന ടീം UDF ക്യാബിനറ്റിനും എല്ലാ അഭിനന്ദനങ്ങളും ആശംസകളും നേരുന്നു. ആന്റോ അഗസ്റ്റിൻ, പുതുയുഗം പിറക്കുമോ? പുതുയുഗം പിറക്കണം എന്നുള്ളതാണ് എല്ലാവരുടെയും ആഗ്രഹം. മുഖ്യമന്ത്രിയായ VD സതീശന് എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നിട്ട് ഞാനൊരു കാര്യം പറയാം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം 102 MLA-മാരുടെ മാൻഡേറ്റോടുകൂടി അധികാരത്തിൽ വരുന്ന സർക്കാരാണ് UDFൻ്റെ സർക്കാർ എന്ന് പറയുന്നത്. അവിടെ എല്ലാവരുടെയും അനുമതിയോടുകൂടി, അനുഗ്രഹാശ്വാസത്തോടുകൂടി ഒരു മുഖ്യമന്ത്രിനെ ഇന്ന് തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിഷമകരമായ കാര്യം. ഈ നഷ്ടപ്പെടാൻ ഒന്നുമില്ലാത്തവൻ എന്തും നേടിയെടുക്കാം എന്നൊരു ചൊല്ലുണ്ട്. എന്ന് പറഞ്ഞാൽ KC വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം നഷ്ടപ്പെടാനുണ്ട്, രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം നഷ്ടപ്പെടാനുണ്ട്, VD സതീശനെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷ നേതാവ് സ്ഥാനം നഷ്ടപ്പെട്ടാൽ പിന്നെ ഒന്നും പേടിക്കാനില്ല, അത് പോയതാണ്. അതുകൊണ്ട് ഏത് രീതിയിലുള്ള കളിയും കളിക്കാം എന്നുള്ള നില VD സതീശനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. ഇന്ന് ഞാൻ കേട്ടൊരു വാർത്ത, MLA സ്ഥാനം വേണമെങ്കിൽ ഞാൻ രാജിവെക്കാമെന്ന് ആര് പറഞ്ഞു? ഈ രമേശ് ചെന്നിത്തല പറഞ്ഞു. MLA സ്ഥാനം വേണമെങ്കിൽ രാജിവെക്കാമെന്ന് പറഞ്ഞു. പക്ഷേ VD സതീശൻ അത് നേരത്തെ പറഞ്ഞു. ഡൽഹിയിൽ ചെന്നിട്ട് പറഞ്ഞു, ഞാൻ KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാവണമെങ്കിൽ ഞാൻ പറവൂർ സീറ്റ് വേണമെങ്കിൽ തരാം, അവിടെ മത്സരിച്ചോട്ടെ എന്ന് പറഞ്ഞു. ഇതിൻ്റെ രണ്ടിൽ വ്യത്യാസം എന്ന് പറയുന്നത് എന്താണ്? ഈ പറയുന്ന AICCയുടെ തീരുമാനം വരുന്നത് വരെ എനിക്ക് ഈ പറയുന്ന ഫൗൾ പ്ലേ കളിക്കാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്ന 2 നേതാക്കന്മാർ അപ്പുറം നിൽക്കുന്നു. ഒന്നാര KC വേണുഗോപാൽ, ഒന്ന് രമേശ് ചെന്നിത്തല. രണ്ടുപേരും എങ്ങനെയാണ്? രണ്ടുപേർക്കും അണികളില്ലാഞ്ഞിട്ടല്ല റോട്ടിൽ ഇറക്കാതിരുന്നത്. അണികളുണ്ട്, പക്ഷേ എന്താണ്, ഞാൻ കൈകാര്യം ചെയ്തിരിക്കുന്ന എൻ്റെ കയ്യിലിരിക്കുന്ന ഉത്തരവാദിത്വം എന്ന് പറയുന്നത് സംഘടനാ ജനറൽ സെക്രട്ടറി ഉത്തരവാദിത്വമാണ്. ആ സംഘടനാ ജനറൽ സെക്രട്ടറി ഉത്തരവാദിത്വം ദുരുപയോഗം ചെയ്ത് ഒരാൾ പോലും പുറത്തിറങ്ങാൻ പാടില്ല എന്നുള്ള ഒരു കാര്യമുള്ളതുകൊണ്ട് ഒരാളെപ്പോലും ആർക്കെ ഇറക്കാൻ പറ്റിയില്ല, KC വേണുഗോപാലിനെ ഇറക്കാൻ പറ്റിയില്ല. അതുപോലെ തന്നെയാണ് രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചോളം. വളരെ മുതിർന്ന 26ാമത്തെ വയസ്സിൽ മുഖ്യമന്ത്രിയായ ആളാണ് രമേശ് ചെന്നിത്തല എന്ന് പറയുന്നത്. വളരെ മുതിർന്ന നേതാവാണ്. ആ മുതിർന്ന നേതാവ് സംബന്ധിച്ചിടത്തോളം എന്താണ്, ആ മുതിർന്ന നേതാവ് സംബന്ധിച്ചിടത്തോളം ഇതുപോലെ ഒരു കളി കളിക്കാൻ അദ്ദേഹത്തെ കൊണ്ട് പറ്റത്തില്ല. അപ്പോൾ അവർ രണ്ടും ഫൗൾ പ്ലേ കളിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ജനവികാരം മാനിച്ചോ എന്നാണ് തീരുമാനം എന്ന് ചോദിച്ചാൽ, ജനവികാരം എന്ന് ഞാൻ പറയത്തില്ല, പക്ഷേ ഒരു വികാരം ബാധിച്ചിട്ടുണ്ട്. ആ വികാരം ഉൾക്കൊണ്ടുകൊണ്ടാണ് AICC തീരുമാനത്തിൽ. ആ വികാരം എന്ന് പറയുന്നത് ഈ നമ്മുടെ പ്രിയങ്ക ഗാന്ധിയിൽ വയനാട്ടിൽ തോൽപ്പിക്കുമെന്ന് പറയുന്ന കാര്യം അദ്ദേഹത്തെ വളരെ ബാധിച്ചിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. എന്താണ് പ്രധാനപ്പെട്ട കാര്യം? ഈ അമേഠിയിൽ തോറ്റു തുന്നം പാടിയ 2 ആൾക്കാരെ ആരാണ് വയനാട്ടിൽ കൊണ്ടുവരുന്നതെന്ന് അറിയോ? KC വേണുഗോപാലാണ്. KC വേണുഗോപാൽ വയനാട്ടിൽ കൊണ്ടുവന്ന് ജയിപ്പിച്ച് തിരിച്ചുവിട്ട് രണ്ടാമത് പ്രിയങ്ക ഗാന്ധി വന്ന് ജയിപ്പിച്ച് തിരിച്ചുവിടാൻ കാണിച്ച ഒരു
ധൈര്യമുണ്ടല്ലോ, കാരണം എൻ്റെ കൂടെ വന്നോളൂ, ഞാൻ നിങ്ങളെ ജയിപ്പിച്ച് അവിടെ തിരിച്ചെത്തിക്കുമെന്ന് പറഞ്ഞ ആ ധൈര്യത്തിൽ വിശ്വസിച്ചിട്ടാണ് ഇവർ രണ്ടുപേരും വയനാട്ടിലേക്ക് വന്നത്. വേറെ ആരുടെ അഭിപ്രായത്തിന് അടിസ്ഥാനത്തിലല്ല ഇവർ രണ്ടുപേരും വയനാട്ട് വന്നത്. ആ പ്രിയങ്ക ഗാന്ധി ഇന്ന് KC വേണുഗോപാൽ തോൽപ്പിക്കും അല്ലെങ്കിൽ എന്നെ തോൽപ്പിക്കുമെന്ന് പറഞ്ഞപ്പോൾ ആ വശത്ത് KC വേണുഗോപാലിൻ്റെ വാക്ക് കേട്ടിട്ടില്ല എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുക. അപ്പം സ്വന്തം കാര്യം എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടതാണ്. എന്നെ ബാധിക്കുന്ന, കാരണം AICC എന്ന് പറയുന്നത് എല്ലാ കാലത്തും പറയുന്നത് എന്താണ്, സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ചേർന്ന ഒരു കുടുംബമാണ് എന്നുള്ള കാര്യം എല്ലാ കാലത്തും പറയുന്നുണ്ട്. എല്ലാ കാലത്തും എല്ലാ പ്രതിപക്ഷ പാർട്ടികളും പറയുന്നത് അതൊരു കുടുംബാധിപത്യമാണ് എന്നുള്ളതാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുടുംബത്തിന് തട്ടുന്ന ഒരു പ്രശ്നം വന്നാൽ ആ കാര്യത്തിൽ KC വേണുഗോപാൽ പുറത്താണ് എന്നുള്ളതാണ്. അതിനേക്കാൾ അതാണ് ഞാൻ ഇന്നലെ വരെ ആ യോഗത്തിൽ രണ്ടുപേരെ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് മല്ലികാർജ്ജുന ഖാർഗെയും ഒന്ന് രാഹുൽ ഗാന്ധിയാണ്. ഇന്നത്തെ യോഗത്തിൽ നേരെ തിരിഞ്ഞു. ഇന്നത്തെ യോഗത്തിൽ ആരൊക്കെയാണ്? ഇന്ന് പ്രിയങ്ക ഗാന്ധി രാഹുൽ ഗാന്ധിയാണ്. അവരുടെ മുന്നിലേക്കാണ് KC വേണുഗോപാൽ കൊണ്ടുവരുന്നത്. അത് കാരണം എന്താണ്? അവരെ ബാധിക്കുന്ന പ്രശ്നമാണ്. വയനാട്ടിൽ തോൽക്കുക എന്ന് പറയുന്നത് അവരെ ബാധിക്കുന്ന പ്രശ്നമാണ്. അവിടെ KC വേണുഗോപാലും ഇല്ല, രമേശ് ചെന്നിത്തലയും ഒന്നുമില്ല. കാരണം എന്താണ്? എന്നെ ബാധിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഞാൻ ജയിച്ചു വരേണ്ട മണ്ഡലമാണ്. കാരണം അടുത്ത 4 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ അത് മത്സരിക്കാൻ പോകുന്നത് പ്രിയങ്ക ഗാന്ധിയാണ്, KC വേണുഗോപാലല്ല. അത് കാരണം എന്നെ ബാധിക്കുന്ന പ്രശ്നം എന്നുള്ള നിലയ്ക്ക് ആ തീരുമാനം എടുക്കാനേ പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ആൾക്കാരെ രണ്ടുപേരാണ്, ഒന്ന് KC വേണുഗോപാലും ഒന്ന് രമേശ് ചെന്നിത്തലയും. ഇവർ ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള ഒരു നരേറ്റീവ് കേരളത്തിൽ സൃഷ്ടിക്കുന്നത് വളരെ അപകടകരമായ ഒരു കാര്യമാണ്. ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള നിലയ്ക്ക്. കാരണം അവർ ഒന്നും ചെയ്തിട്ടില്ല, അവർ ഡൽഹിയിൽ നിന്ന് ഇറങ്ങി വന്നതാണ്, ഇവർ ഈ കാര്യത്തിൽ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള നിലയിലേക്കാണ് ഒരു സംവിധാനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ലീഗിൻ്റെതായ സമ്മർദ്ദം നടത്തി എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ലീഗ് അവസാന നിമിഷത്തെ ഒരു ചെറിയ സമ്മർദ്ദം മാത്രം ഞാൻ പറയാം. സമ്മർദ്ദം പറഞ്ഞാൽ നിങ്ങൾ പ്രഖ്യാപിക്കുന്നതിന് മുന്നേ ഞങ്ങളെ അറിയിക്കണം എന്ന് പറഞ്ഞു. അതിനുശേഷം ഞങ്ങൾക്ക് യോഗം ചേരാനുണ്ട് എന്ന് പറഞ്ഞു. അതിനർത്ഥം എന്താണ്? നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആൾ ഞങ്ങൾ പ്രഖ്യാപിക്കുന്നില്ല, ഞങ്ങൾ വിട്ടു നിൽക്കാനോ അല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടേതായ നിലപാട് സ്വീകരിക്കുമെന്നുള്ളത് കൊണ്ടാണ് എന്ന് പറയുന്നത്. ഞങ്ങൾ വിട്ടു നിൽക്കും അല്ലെങ്കിൽ ഞങ്ങൾ ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ പറയുന്നത് നിങ്ങൾ പ്രഖ്യാപിക്കും. ആരെ പ്രഖ്യാപിക്കുന്നവർക്ക് കോൺഗ്രസിൻ്റെ CLP ലീഡറെ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് ഞങ്ങളെ അറിയിക്കണം എന്ന് പറയുന്നു. അപ്പം എല്ലാവരും അവരുടേതായ രീതിയിലുള്ള പ്രഷറും ഈ പറഞ്ഞ ഹൈക്കമാൻഡിൻ്റെ മേലെ നടത്തിയിട്ടുണ്ടെന്നുള്ളത്. അത് അവസാനത്തെ പ്രഷർ എന്നാണ് ഈ പ്രിയങ്ക ഗാന്ധിയെ വയനാട്ടിൽ തോൽപ്പിക്കും എന്ന് പറയുന്നത്. പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ MP അല്ലായിരുന്നെങ്കിൽ ഞാൻ വിചാരിക്കുന്നില്ല ഇതുപോലൊരു നിലപാട് AICCൻ്റെ അടുത്തൊന്നും ഹൈക്കമാൻഡിൻ്റെ അടുത്തും വരുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം അവരെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നമായി. അതാണ് പ്രിയങ്ക ഗാന്ധിയെ ഡയറക്റ്റ് ആ സ്ഥലത്ത് കൊണ്ട് എത്തിച്ചു എന്നുള്ളതാണ്. അതുപോലെ തന്നെയല്ല, അതിനേക്കാളും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ രമേശ് ചെന്നിത്തല 100% വിശ്വാസം അർപ്പിച്ചിരുന്നത് സോണിയാഗാന്ധിയിലാണ്. സോണിയാഗാന്ധിക്ക് പോലും ആ കാര്യത്തിൽ ഇടപെടാൻ പറ്റിയില്ല. കാരണം എന്താണ്? സ്വന്തം മകളെ ബാധിക്കുന്ന ഒരു പ്രശ്നം ഇപ്പുറം നിൽക്കുകയാണ്. അപ്പോൾ അതെങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ്. അപ്പം ഒരു പ്രഷർ ടാക്ടീസ് ഏറ്റവും ബുദ്ധിപൂർവ്വം ഉപയോഗിച്ച ഒരു നേതാവ് എന്ന് പറയുന്നത് ആരാണ്? VD സതീശനാണ്. അദ്ദേഹം മുഖ്യമന്ത്രിയായി മുന്നോട്ട് പോട്ടെ. കാരണം അദ്ദേഹം നല്ല ലീഡറാണ് എന്നുള്ള കാര്യത്തൊന്നും ആർക്കും സംശയമില്ല. കാരണം കേരളത്തെ കഴിഞ്ഞ 5 വർഷമായി പ്രതിപക്ഷത്ത് നിന്ന് നയിച്ച നേതാവ് തന്നെയാണ്. പക്ഷേ മറ്റുള്ള നേതാക്കന്മാരെല്ലാം മോശമാണ്, ഇദ്ദേഹം മാത്രം നല്ലത് എന്നുള്ളത് ഒരു അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം KC വേണുഗോപാൽ എത്ര കേന്ദ്രമന്ത്രിയായും കേരളത്തിലെ മന്ത്രിയായും ഒക്കെ നമ്മൾ കണ്ടതാണ്. രമേശ് ചെന്നിത്തല 26ാമത്തെ വയസ്സിൽ മന്ത്രിയായ ആളാണ്. കേരളത്തിലെ ആഭ്യന്തരമന്ത്രിയായി കേരളത്തിലെ ഏറ്റവും നല്ല ആഭ്യന്തരമന്ത്രിക്ക് അവാർഡ് മേടിച്ചൊരു നേതാവാണ് രമേശ് ചെന്നിത്തല എന്ന് പറയുന്നത്. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. മാധു VM സുധീറിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത്. 2014 VS സുധീരൻ KPCC പ്രസിഡൻ്റായി വരുന്ന സമയത്ത് ഇതുപോലെയൊരു സിസ്റ്റമായിരുന്നു. മനസ്സിലായോ? രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായി പോകുന്നു. കേരളത്തിലെ ജനകീയനായ ഒരു നേതാവിനെ KPCC സ്ഥലത്തേക്ക് കൊണ്ട് പ്രതിഷ്ഠിച്ചാൽ മാത്രമേ അത് രക്ഷപ്പെടാൻ പറ്റുള്ളൂ എന്നൊരു ജനവികാരം വന്നു. ആ ജനവികാരത്തിന് മേലെയാണ് സുധീരൻ KPCC പ്രസിഡൻ്റായി ആ പോസ്റ്റിലേക്ക് വരുന്നത്. അത് കഴിഞ്ഞ് സംഭവിച്ചെന്താണ്? അത് കഴിഞ്ഞ് ബാർക്കോഴ മുന്നിൽ നിന്ന് നയിച്ച നേതാവ് സുധീരനാണ്. ആ സർക്കാർ അടപടലം വീഴാൻ അവസാനം കാരണമായ ആളും ഈ സുധീരൻ തന്നെയാണ്. അതിൽ ചർച്ചയായ കാര്യം അത് തന്നെയാണ്. കാരണം അത്രയും അധികം, കാരണം ജനവികാരത്തിനൊപ്പം നിൽക്കുമ്പോൾ പാർട്ടി ഒരു സൈഡിൽ കൂടെ വളരണമെന്നും പാർട്ടി മുന്നോട്ട് പോകണം എന്ന് പറയുന്നത് രണ്ടും രണ്ടാണ്. അപ്പം എല്ലാവരും പറയും നമ്മൾ തോൽവികളെ ജനവികാരത്തിനനുസരിച്ച് കൈകാര്യം ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഗുജറാത്തിലും ഉത്തർപ്രദേശിലും മഹാരാഷ്ട്രയിലൊക്കെ BJP ജയിക്കുന്നത് അവിടുത്തെ ജനവികാരം BJPക്ക് അനുകൂലമായി എന്ന് കോൺഗ്രസിന് പറയാൻ കഴിയില്ലല്ലോ. അവിടുത്തെ ജനവികാരം BJPക്ക് അനുകൂലമായതുകൊണ്ടാണ് അങ്ങനെ ജയിച്ചു വരുന്നതെന്ന് പറയാൻ കഴിയില്ലല്ലോ. ജയിച്ചു വരുന്നത് എന്താണ്? അതാത് ദിവസത്തെ മാൻഡേറ്റാണ്. ഇന്ന്
ജനങ്ങൾക്ക് തോന്നുകയാണ് ഇതാണ് കോൺഗ്രസ് ആണ് നല്ലത് എന്നുള്ളത്. 10 ദിവസം മുഖ്യമന്ത്രിയെ കണ്ടെത്താൻ കോൺഗ്രസിന് പറ്റാതിരുന്ന സമയത്ത് അപ്പോൾ ജനങ്ങൾക്ക് തോന്നി ഇവർ പറ്റാത്ത ആൾക്കാരാണ്, ഇവർ അതുപോലെയാണ് സോഷ്യൽ മീഡിയയുടെ കൈകാര്യം ചെയ്തത് എന്നുള്ളതാണ്. ഈ പറയുന്ന ഷാഫി പറമ്പിൽ ഇന്നലെ വരെ മലബാറിലെ ഏറ്റവും നല്ല കോൺഗ്രസിൻ്റെ നേതാവായിരുന്നു. കാരണം താളത്തിൽ കൊണ്ടു നടക്കായിരുന്നു. അവരുടെ ഭാഗം കേട്ടില്ല എന്ന് കണ്ട സമയത്ത് എന്ത് ചെയ്തു, ഷാഫി പറമ്പിൽ അവിടുത്തെ ഏറ്റവും വെറുക്കപ്പെട്ട നേതാവായി. അപ്പം ഞാൻ പറഞ്ഞത് ജനവികാരത്തിനൊപ്പമല്ല പാർട്ടി നിൽക്കേണ്ടത്. പാർട്ടിക്ക് പാർട്ടിയുടേതായ പോളിസിയും കാര്യങ്ങളുണ്ട്. ഇപ്പോൾ CLP ലീഡറെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അദ്ദേഹം നല്ല രീതിയിൽ ഭരിക്കാൻ കഴിയട്ടെ, അദ്ദേഹത്തിന് കൂടെ ഭരിക്കുന്നവർക്ക് നല്ല രീതിയിൽ കഴിയട്ടെ. അതിൽ കൂടെ പ്രതിപക്ഷം കേരളത്തിലെ പിണറായി വിജയൻ മാത്രമായി തീരട്ടെ എന്നും കൂടെ ആശംസിക്കുന്നു. അവിടെ വേറൊരു പ്രതിപക്ഷം കൂടി ഇല്ലാതിരിക്കട്ടെ എന്നും കൂടെ ആശംസിക്കുന്നു. ഓക്കെ, അപ്പോൾ പുതുയുഗമോ എന്നുള്ളതായിരുന്നു ചോദ്യം. പുതുയുഗം എന്നുള്ളതാണ് 5 പേരുടെയും ഉത്തരം. യെസ്. Meet the editors.